ഹലോ ഹലോ, ആ, അല്ല, അല്ല. എന്തൊക്കെയുണ്ട് മുസ്തലാം. നസാഫ് സാഹിബ് വിശേഷം? എന്തൊക്കെ സുഖമായിട്ട് പോണെ, അൽഹംദുലില്ലാ. എന്ത് നിങ്ങളെ നാട്ടിൽ ഇതുവരെ റേഞ്ച് കിട്ടിയില്ല? എപ്പോ വിളിക്കുമ്പോഴും റേഞ്ച് ഇല്ലല്ലോ. ഞാൻ എന്റെ നാട്ടിലൊന്നല്ല, ഏറ്റവും മലപ്പുറം ജില്ല ഏറ്റവും റേഞ്ചില്ല പെരിന്തൽമണ്ണയിലാണ്. എന്റെ തന്നെ അവിടെ നെക്സ്റ്റ് സ്പീഡ് ഉണ്ടാവില്ലേ? ഏയ് ഇവിടെ ദോഹയിൽ നെറ്റിന് നെറ്റ്വർക്ക് ഇല്ല, പിന്നെ എവിടെ ഉണ്ടാവുക? അല്ല, ആ, വേറെന്താ വിശേഷങ്ങള്? എന്താ ഫയറായിട്ട് പോകുന്നത്, അൽഹംദുലില്ലാ. നിങ്ങളെ അങ്ങനെ നടന്നു. നിങ്ങളെ പരിപാടികളൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചു, കോഴിക്കോട്. കോഴിക്കോട് പരിപാടി ഇന്നലെ അപ്പൊ ജയില അല്ല, നിങ്ങൾ വീണ്ടും കേന്നമും ഇന്നൊക്കെ തന്നെ പോയോ? കുറിച്ചാ പറഞ്ഞത്. വീണ്ടും തിന്നൂരി തന്നെ ആയോ? ഹലോ. അല്ല, അതിരിക്കട്ടെ. പിന്നെ നിങ്ങള് ആയ കാലത്ത് തടി കഴിച്ചിലാക്കി നന്നായിരുന്നു. ഈ വിഷയത്തിൽ മടൂർ വിഭാഗത്തിന്റെ അല്ല, നിങ്ങളായ കാലത്ത് തടി കഴിച്ചിലാക്കി നന്നായിരുന്നറിയാം. അത് നന്നായില്ലേ? നമ്മക്ക് 4 കൊല്ലം മുമ്പ് ബുദ്ധി ഉദിച്ചു, അവർക്ക് കുറെ കൂടി കഴിഞ്ഞിട്ടാ ബുദ്ധി ഉദിച്ചത്. നമ്മളൊക്കെ അംഗീകരിച്ച് അതേമാതിരി തന്നെ ഓലും അംഗീകരിച്ച്. ഓരോന്ന് തിരിച്ച് പറയണ അതില് അല്ല, ഓരോ ജനങ്ങളോട് ഈ വിഷയത്തിൽ എന്താ ഇപ്പൊ നിലപാട് പറയുന്നത് നമ്മുടെ ഒരു വിഭാഗം? ഓരോന്നും പറഞ്ഞല്ലേ? എങ്ങനെ KNM-ന്റെ നയം ഓരോ കൊണ്ടാണ് അംഗീകരിച്ചിട്ടൊക്കെയല്ലേ? അല്ല, സലഫിയാടെ തുറന്ന് പ്രഖ്യാപിച്ചില്ലേ? മൻഹജുസ് സലഫ് അംഗീകരിക്കുക, ജമീഉൽ തീരുമാനങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ KNM ആകുക. അല്ല, അത് പക്ഷെ 100%. അവര് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ഈ കരിമ്പിലാക്കല് അല്ലെങ്കിൽ ഈ സലാം സുലമിനെ പോലുള്ള ആളുകള് അവർ ജനങ്ങൾ ചോദിക്കുമ്പോ അവരൊരു മറുപടി പറയണ്ടേ? ഇത്രയും കാലം ബുഖാരിയിലെ 60 ഹദീസ് ലൈഫായത് ഇന്നലെ കോഴിക്കോട് സമ്മേളനത്തിനോട് കൂടി സ്വഹിയായെന്ന് ചോദിക്കുമ്പോ ആളുകളോട് എന്താ മറുപടി ഒരു ഓലും ഉണ്ടാന്നോട്ടെ, പറഞ്ഞോട്ടെ, എല്ലാം എന്താ? എന്തോ ഒരു കഷ്ടാണ്. അല്ല, പിന്നെ കരിമ്പിലാക്കെ പോലൊക്കെയാണ് വാഴട്ടടിച്ചിന്റെ ആൾക്കാരൊക്കെയാണ് പച്ച കുടുങ്ങ. അതെ, അത്രമാത്രം പറഞ്ഞു പോയിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ ഞാൻ അനീഫാനോട് ചോദിച്ചു, എനിക്ക് ഏകപക്ഷീയമായി നമ്മള് പറഞ്ഞെടുക്കാൻ ഒപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അല്ല, ഒപ്പുവെക്കലും സമ്മേളനമൊക്കെ ഓക്കെ, പക്ഷെ ജനങ്ങളെ നേരിടേണ്ടി വരുമല്ലോ. ഈ കരിമ്പിലാക്കലിനെ പോലുള്ള ആളുകൾ പബ്ലിക്കിൽ പരിപാടി പങ്കെടുക്കുന്ന ആളുകളല്ലേ? അപ്പൊ ഈ വിഷയത്തിലൊക്കെ ജിന്ന വിഷയത്തിലൊക്കെ ചർച്ച വന്നാൽ അതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് ചർച്ചക്ക് ആക്കണ്ടെന്നുള്ള തീരുമാനമൊക്കെ ഈ ഐക്യ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞാലും ഉണ്ടായിരുന്നാ മതി. എന്താ ഞാന് ബാദുഷാ നസ്രുദ്ദീൻ റഹ്മാനി ഞങ്ങളൊക്കെ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. KNM-ന്റെ നിലപാട് വ്യക്തമായിട്ട് അത് സീറിന്റെ വിഷയം ഉണ്ടാക്കില്ല, മുണ്ടുക. അതിലിപ്പോ ഭയങ്കര ഡിക്റ്റേറ്ററിൽ നടക്കും. ഇന്നത്തെ അപ്പന്റെ ജിന്നൂരികൾ പറഞ്ഞു കേട്ടിട്ട് ഇന്നത്തെ VK സുന്നിയാളെ പത്രം ഉണ്ടല്ലോ, സുപ്രഭാതം, അതിലൊരു വലിയൊരു വാർത്തയായിട്ട് കൊടുക്കുന്നുണ്ട്. ആദർശത്തിലൊന്നും ഒരു തീരുമാനം ആവാതെ ഒരു താൽക്കാലിക യോജിപ്പേ ഉള്ളൂ. കാരണം ഓരോ കാര്യങ്ങളും ഇങ്ങനെയിരുന്നു, എന്നാ KNM ഇങ്ങനെയായിരുന്നു, അതിലൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പൊ തന്നെ ആൾക്കാർ മുറുമുറുത്ത് തുടങ്ങിയിരിക്കണ്. ചില ആൾക്കാർ സംഘടനക്ക് എതിരില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അടി കുടിച്ചാൽ എല്ലാ എഴുത്തും എഴുതിയിട്ടുണ്ട് ഇന്നത്തെ സുപ്രഭാതത്തിൽ. അപ്പൊ നമുക്കൊരു പ്രശ്നമില്ല. KNM കോംപ്രമൈസിന് പോയിട്ടില്ല. കാരണം ഈ ജമിയത്തുൽ ഉലമയുടെ തീരുമാനം മൻഹജുസ് സലഫ്, അതോടുകൂടി തന്നെ KNM ഇതുവരെ നാട്ടിലേക്ക് പോയി തിരിച്ചു വന്നു എന്ന് വളരെ വ്യക്തല്ലേ? അല്ല, പിന്നെ ഈ സലാം സുലമിനൊക്കെ പരിപാടിനെ പറ്റേ അകറ്റി നിർത്തിയതാ? സലാം സുലമിന് മുമ്പ് പോലെ തീരുന്നു ഓലെന്നെ മടവൂരിഭാഗം തന്നെ മൂപ്പര് മെയിൻറ്റെയിൻ ചെയ്യലല്ലേ. ഈ ഓൺലൈനിലെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഹദീസ് പണ്ട് അല്ലാതെ ഉള്ളിലൊന്നും മൂപ്പര് നെലിമ്പനി കൽപ്പിക്കല്ലോ. മൂപ്പര് അതല്ലേ പലരോട് പറയില്ല, ഇങ്ങനെ
ഞാൻ കൊടുത്ത ലേഖനം ഇതാവൂല നമ്മള് ഇതില്ല മൂപ്പര് പലപ്പോഴും പറയല്ലേ. അല്ല മൂപ്പര് എന്നോട് തന്നെ മുമ്പ് ഷബാബില് മൂപ്പര് ലേഖനം കൊടുക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഉള്ളില് സംഘടന തലപ്പത്തില്ല ആൾക്കാരൊന്നും മൂപ്പരെ പ്രത്യേകിച്ച് മൂപ്പരെ അങ്ങനെ വലിയ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആളാക്കിയ മൂപ്പർക്ക് എപ്പോഴാ എന്താ തോന്നുക പറയാൻ പറ്റില്ല. മൂപ്പർക്ക് തോന്നിയ മൂപ്പരാണ് പറയലാണ്. അല്ല ഇതില് ഞാൻ കണ്ടെടുത്തോളോ മറ്റേ മടവൂർ സാഹിബ് ഹുസൈൻ മടവൂർ സാഹിബിന് വലിയ പരിക്കൊന്നും പറ്റൂല. മൂപ്പര് പിന്നെ ഒരു മിതത്വമുള്ള ആളായിരുന്നല്ലോ. പിന്നെ പക്ഷെ ഈ കരിമ്പിലാക്കല് ഈ അലി മദനി മുറയൂര് ഇവർക്കൊക്കെയാണ് ഇപ്പം ഭയങ്കര അടിയാവുക. അത് കണ്ട ആവേശം കൊണ്ട കുറച്ച് ചെറുപ്പക്കാരുണ്ട്. ആൾക്കാർക്ക് മതവിശ്വാസത്തിൽ ഇങ്ങനെ ഉള്ളതൊക്കെ ചെറിയ ചെറിയ മുറിമുറുക്കുണ്ട്. അപ്പൊ ഇന്നലെ ഫേസ്ബുക്കിലൊക്കെ എടുക്കാൻ ചുറ്റുമറ്റത്തിൽ അതിലൊക്കെ ഓൺലൈനിലൊക്കെ സജീവമായി എന്ത് സ്ഥാനാർത്ഥിക്കാരെ ഞങ്ങളൊക്കെ വളരെ പരസ്യമായി വിമർശിച്ചിട്ടുണ്ടല്ലോ. ഇത് ആളുകളെ മുമ്പിൽ ഒരു പ്രഹസനാവുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇത്രയും നാള് പറഞ്ഞ ആദർശങ്ങൾ മുഴുവൻ ഒരു സമ്മേളനത്തോടു കൂടി അത് ഞങ്ങൾ തിരുത്തി എന്ന് പറയുമ്പോ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആളുകളെ മുമ്പിൽ ഇമേജ്. അതെ, മടവൂരൊന്നും പിന്നെ മുമ്പേ ഇതിലൊന്നും ഇങ്ങനൊന്നും ഇല്ലല്ലോ. മടവൂര്, ഈസമതൻ, CP ഇതൊന്നും ഈ കരിമ്പ് ഇതിലില്ല ചെറുപ്പക്കാരാ ഇവിടെ. എനിക്ക് തന്നെ അറിയാം. നമ്മള് മുമ്പ് എനിക്കറിയില്ലേ ഇജ് നമ്മളെ KNMമാരുമായിട്ട് കല്ലാച്ചിയിൽ ലീഗ് ഹൗസിൽ വെച്ചുകൊണ്ട് സംവാദം നടത്തിയല്ലോ. അതേ സ്ഥലത്ത് ഞങ്ങള് KNMമാരുമായിട്ട് ഹദീസിന്റെ വിഷയം ഇതാക്കിയിട്ട് അന്ന് ജമിയത്തുൽ യോഗത്തില് പിന്നെ ആ വിഷയം അന്ന് KNMുമായിട്ട് ഹദീസിന്റെ വിഷയത്തിൽ ബുഖാരിന്റെ ഹദീസിന്റെ വിഷയത്തിൽ സംവാദത്തിന് വേണ്ടി ഞങ്ങള് നിബന്ധന എഴുതിയിട്ടുണ്ട്. റബ്ബേ അന്ന് പിന്നെ അലിമദിനി വന്നില്ല. ഞാനും കരിമ്പുള്ളായിരുന്നു. കരിമ്പ് ഒരു അക്ഷരം മുണ്ടിയില്ല. ഇന്നെ മാത്രം എന്തിനാ നിങ്ങള് ബുഖാരിയോട് കത്ത് നിൽക്കുന്നത്? ആരാ നിങ്ങൾക്ക് ഈ സമയത്തിനൊക്കെ പറഞ്ഞു നിങ്ങള് ബുഖാരിനെ കളിക്കാൻ നിൽക്കരുത് കേട്ടോ. ബുഖാരിയില് ഹദീസ് അത് ഇത് പറഞ്ഞാൽ അതിനെ തൂങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നങ്ങോട്ട് പൊരിച്ച് ഇവരൊക്കെ പാരാൻ. ഇനി കരിമ്പിനി ഞങ്ങള് മൂന്നാൾക്കാരെ എന്തായാലും മൂന്നാൾക്കാരെയാ പറയണത്. പക്ഷെ കരിമ്പൊന്നും ഉണ്ടാവില്ലെന്ന് ഞാനതിന് അങ്ങനെ നിങ്ങളാ മനസ്സിലാക്കി അതേമാതിരിക്കല്ലാന്ന് കുറച്ച് ഇതാർത്തൊക്കെ വായിച്ചു കൊടുത്തു. അല്ല ഇവരൊന്നും ഈ അല്ല ഈ ഇങ്ങനത്തെ പരിപാടി കരിമ്പിലാക്കലിന്റെ പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ അയാളെന്താ പറഞ്ഞേ? കരിമ്പിന്റെ പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല മിഞ്ഞാന്ന്. മൂപ്പരെന്താ പറഞ്ഞേ? ഞാനത് കേൾക്കാൻ നിന്നില്ല. അയാളുടെ ഓരൊക്കെ ലാസ്റ്റിക്ക് ആ പൊതിനൊക്കെ പറഞ്ഞ് ഷാർസുകൂടൊക്കെ ഇങ്ങനെ നോക്കിയാണ്. ആദ്യം എല്ലാം പറയാൻ ടൈമും കൊടുത്തിട്ടില്ല. ആർക്കും ടൈമും ഇല്ല. ഓനൊക്കെ ഒരു ആർട്ടിക്കാണല്ലോ. പിന്നെ ഓൻ ഇപ്പൊ ഓനിപ്പോ അതന്നെ കൊടുത്തപ്പോ എന്താ എനിക്കറിയോ? അസുഖലിന്റെ ഒരു മൂട് താങ്ങി വയ്ക്കണം ഇപ്പൊ കരിമ്പ്. അതിന്റെ അടിസ്ഥാന സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനൊക്കെ കിട്ടിയത്. ഓന് ഒരു നിലക്കും ഈ ഐക്യത്തിന് യോജിക്കൂല ഉള്ളതുകൊണ്ട്. പക്ഷെ അസുഖലി ഇത് പറഞ്ഞ മത്സരം ചെയ്യിപ്പിച്ചിട്ടാണ് ഓനെ കൊണ്ടൊക്കെ. ഓനൊന്നും നല്ല മനുഷ്യരോടൊക്കെ അതിനൊക്കെ വന്നിക്കുക. മനസ്സിലായോ? അല്ല സംഘടനയിൽ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഒറ്റപ്പെട്ടു പോകുന്നുള്ള ഭയമായിരിക്കും. അതന്നെയാണ്. അല്ലേ പിന്നെ ഈ സുല്ലമി സലാം സുലമീന് പ്രായമായി. പിന്നെ കരിമ്പിലാക്കല് പിന്നെ ചെറുപ്പമാണല്ലോ. പിന്നെ മൂപ്പരിപ്പോ ഇപ്പൊ തന്നെ സൈഡായ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. പക്ഷെ അതില് വേറൊരു വർക്കാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതില് വേറെ വർക്കാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ അതിൽ തന്നെ വേറൊരു ഗ്രൂപ്പിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം അലിമദനി, മൻസൂർ അലി കമ്മാട് ഇവരൊന്നും ഇവനായിട്ട് ബന്ധമില്ല. കാരണം വിരോധമാണ് ഉള്ളത് കൂടെ. കാരണം കരിമ്പിലാക്കൽ കുറച്ച് മുത്തക്കെതിറ കുറച്ച് തലക്കണ നല്ലോണമുള്ള കൂട്ടത്തില്. അത് ഞങ്ങൾക്ക് പ്രവർത്തകർക്കും മറ്റൊക്കെ മുമ്പേ ഉണ്ട്. പിന്നെ ഓന്റെ ആ സ്ഥാനത്ത് ഓനെ നിൽക്കാൻ കഴിയുള്ളൂ. ആ വർത്താനത്തില് ആയിട്ട് കഴിവില്ലെങ്കിലും വാചകം നല്ല ഉഷാറിൽ അടിച്ചു വീശാൻ കഴിയല്ലോ. അത് സംസാരത്തിൽ തന്നെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഹലോ, ഞാൻ ഇപ്പൊ തൽക്കാലം പെരിന്തൽമണ്ണ സെൻട്രൽ എത്തി. ഇവിടെ പോലീസുമാർ നല്ലോണ്ട് കേട്ടോ. തിരക്കും അതോടൊപ്പം തിരക്കും. ആയിക്കോട്ടെ.